ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്തിരുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഞാൻ പിന്നീട് ഷോർട്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ട് ഞാൻ ഈ വീക്ക് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. മൈ ഗ്ലാമിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് LM29 അങ്ങനെ എന്തുകൊണ്ടും നമ്പർ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഈ ഇട്ടേക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്, നല്ല ലാസ്റ്റിംഗ് ആണ് കണ്ടോ. ഒട്ടും പോകുന്നില്ല കേട്ടോ, ഒട്ടും ട്രാൻസ്ഫർ ആകുന്നില്ല. കാരണം റേറ്റ് വരുമ്പോഴത്തേക്ക് 375 റുപ്പീസ് വരും. നമ്മൾ ഓഫറിനാണെങ്കിൽ നല്ല ഓഫറിന് കിട്ടും കേട്ടോ. നല്ല ഷെയ്ഡാണ് വരുന്നത്, ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നമ്മുടെ ഡസ്കി സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് സൂട്ടാവുന്ന ഒരു കളറാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്, നല്ല ഷെയ്ഡാണ്, ഒരു ഡീപ്പ് മെറൂൺ കളർ എന്ന് പറയും കേട്ടോ. നന്നായിട്ട് സൂട്ടാവും. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ ഡെയിലി ഏകദേശം കുറേ നാളായിട്ട് മിക്കപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നും 2 എണ്ണം ഒരു 260 റുപ്പീസിന് വാങ്ങിയതാണ് കേട്ടോ. നല്ല കളർ. എനിക്ക് ഇതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഇതിൻ്റെ കളറിനെ കുറിച്ചാണ് കേട്ടോ പറയാം. ഡസ്കി ആ ഒരു സ്കിന്നിനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, നല്ലൊരു ഡീപ്പ് മെറൂൺ കളറാണ്. ഇതിൻ്റെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അടിപൊളി കളറാണ്, സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. എന്നോട് മിക്കവാറും ചോദിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. മാർസിന്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഗ്രേപ്പ്ഫുൾ ഹ്യൂമർ ഞാനിവിടെ കൊടുത്തേക്കാം, എന്തൊക്കെയാണ് ഷെയ്ഡ് എന്നൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകണം, നമുക്കൊരു അത്ര ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ് എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. നല്ല ഷെയ്ഡാണ്, നമ്മുടെ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് പോകും. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടിയും ജസ്റ്റ് ഇത് ട്രൈ ആയി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ബോസ് ബേബ് എന്നാണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ. ഏകദേശം ഇത് കഴിഞ്ഞു, എന്നാലും ഞാൻ ഒരുപാട് നാൾ റീപർച്ചേസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കാണ്. ഏകദേശം ഒരു ഷെയ്ഡായിട്ട് വരും. എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് മുമ്പ് കണ്ടോ. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ്, ഇടുമ്പോഴത്തേക്കൊക്കെ സൂപ്പർ ആണെങ്കിൽ കൂടിയും ഇത് ഇങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇളകി പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഇടുക, അല്ലെങ്കിൽ ഉരുണ്ട് ഇങ്ങനെ ഇളകി പോകും. പക്ഷെ ഷെയ്ഡ് ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 300-നകത്തേ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഓഫർ ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് കിട്ടും. പക്ഷെ നല്ല ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ലിപ് ബാം എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതിങ്ങനെ കേട്ടോ, നൈക്കയുടെ ലിപ്സ്റ്റിക്. അപ്പോൾ ഇതായിരുന്നു ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന 4 ലിപ്സ്റ്റിക് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലിങ്ക് കാര്യങ്ങളായി ഞാൻ താഴെ കൊടുത്തേക്കാം. ബൈ.